ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ആ ഒരു ഏരിയയിലേക്കാണ് കേട്ടോ പോണത്. ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാലഞ്ചേൻ്റെ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. നല്ല അടിപൊളി സ്ക്വയർ പൊറോട്ടയും നൂൽപുട്ടും മട്ടൻ ചാപ്സും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ തിരക്കും അപാര തിരക്കായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് നേരെ പോയത് ജ്യൂ ടൗണിലായിരുന്നു. നമ്മൾ രാവിലെ തന്നെ ചെന്നതുകൊണ്ട് ഷോപ്പൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. തിരക്കും അതുകൊണ്ട് നല്ല കുറവായിരുന്നു. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ഫോട്ടോഷൂട്ട് തന്നെയാണ്. കുറേ ടീംസ് ഉണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട്. നമ്മളും കുറച്ചില്ല, ഞങ്ങളും ഞങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. അങ്ങനെ അവിടെ കുറേ കണ്ടു. ഈ കാണുന്ന ക്ലോക്ക് ഉണ്ടല്ലോ, ഇതൊരു 400 ഇയേഴ്സ് അതിലേറെ പഴക്കമുള്ള ഒരു ക്ലോക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നിന്ന് നോക്കിയാലും കറക്റ്റ് ടൈം കാണാമെന്നാണ് അവർ പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ നേരെ പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് പോയി. ഇതും ഫോട്ടോഷൂട്ടിന് പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ ഓൾഡ് ഹാർബർ ഹോട്ടൽ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കൊച്ചി എന്ന് പറഞ്ഞാൽ ഒരു ഹൈലൈറ്റ് അത് തന്നെയാണ്. പിന്നെ ആ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നു. കുറേ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഏരിയാസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നമ്മൾ RDX സിനിമയിൽ സോങ് ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു ഹോട്ടലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ കിഡ്സിന് കളിക്കാനായിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ കയറി കളിച്ചു. പിന്നെ അതിന് വാട്ടർ മെട്രോയിൽ കയറി. നമ്മൾ ചെന്നപ്പോഴേക്കും ബോട്ട് എടുക്കാനായിട്ടുണ്ടായിരുന്നു. അവിടെ പെട്ടെന്ന് ഓടിപ്പോയിട്ടാണ് ടിക്കറ്റൊക്കെ എടുത്തത്. 50 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. കുട്ടികൾ 2 വയസ്സിന് മുകളിലുള്ളവർക്കും ഫുൾ ടിക്കറ്റ് തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഇരിക്കാൻ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവരിരുന്നത് ഈ ലൈഫ് ജാക്കറ്റൊക്കെ വെക്കുന്ന ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ മേളിൽ കയറിയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് ഫോറം മോളിലായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ കോളേജ് സ്റ്റുഡൻസിൻ്റെ ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ഷോ കാണാനായിട്ട് പോയി നിന്നു. ഷോ നല്ല രസമുണ്ടായിരുന്നു കണ്ടു നിൽക്കാനായിട്ട്. കോളേജ് സ്റ്റുഡൻസ് തന്നെയായിരുന്നു. ജഡ്ജസ് ആയിട്ട് വന്നതും നമ്മൾ TV പ്രോഗ്രാംസിലൊക്കെ കണ്ടിട്ടുള്ളവരാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെയും ഫൈഹാടെയും വക ഫാഷൻ ഷോ ആയിരുന്നു. പിന്നെ നമ്മൾ ലുലു ഡെയിലിയിൽ കയറി ജസ്റ്റ് കുറച്ച് ഐറ്റംസ് എടുക്കണം. എനിക്ക് എൻ്റെ കസിൻ്റെ വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ നിന്നായിരുന്നു എടുത്തത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. ലഞ്ച് കഴിക്കാൻ നമ്മൾ പുറത്തൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലായിരുന്നു പോയത്, കാർത്യായനി എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ തിരക്കാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല തിരക്കായിരുന്നു. ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് സീറ്റ് കിട്ടിയത്. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുറച്ചുകൂടെ നേരത്തെ കയറാൻ പറ്റിയത്. അവിടെ നമ്മൾ നല്ല മീൽസ് കഴിച്ചു. കൂടെ കഴിച്ചത് ടൈഗർ പ്രോൺസും അതുപോലെ പിന്നെ ഒരു സീ ഫുഡ് തോരനുമായിരുന്നു. അവിടുന്ന് നേരെ ഞാൻ എൻ്റെ ഉമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലായിരുന്നു പോയത്. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഓക്കെ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.